ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോലന്മാരെ കുറിച്ച് നമ്മൾ വിചിന്തനം നടത്തി. അതിനേക്കാൾ ഒരു പടി കൂടി ഗ്രേഡ് കൂടിയ ഒരു കാര്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കും, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹനം. പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സഹനത്തിൻ്റെ നടുവിൽ തളരാതെ നിന്ന ധീര വനിതയാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ പരിശുദ്ധ അമ്മയിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുപാട് സഹായമായി മാറും. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ എടുക്കേണ്ടതുപോലെ എടുക്കുവാൻ. വികാരി അച്ഛനെ കുറിച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. ഇടവക ജനം പറഞ്ഞൊരു കാര്യം, അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും മദ്യപിച്ചതിന് ശേഷം ആ പള്ളി കോമ്പൗണ്ടിൽ കയറിയാൽ പോലും അവർക്ക് ചൂരൽ കൊണ്ട് അടി കിട്ടും. അച്ഛൻ അങ്ങനെ ചൂരൽ മുറി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തി അവിടെ വന്ന് മദ്യപിച്ചതിൻ്റെ ആ ഒരു രീതിയിൽ അവിടെ പെരുമാറിയാൽ ഉറപ്പായിട്ടും അവൻ അടി കിട്ടും. പക്ഷെ അവർ പറഞ്ഞത്, ഇന്ന് വരെ ആരും ഈ അച്ഛനെതിരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. എൻ്റെ കാരണം അവർ പറഞ്ഞത്, ഈ അച്ഛന് ആ ഇടവക ജനത്തോടുള്ള കരുതൽ. അതുകൊണ്ടാണ് ആരെങ്കിലും അടിച്ചെന്ന് പറഞ്ഞാൽ അവർ തന്നെ പറയും, അങ്ങനെ വരണം, അച്ഛൻ അനാവശ്യമായിട്ട് ആരെയും തല്ലത്തില്ല. അച്ഛൻ ഇടവക ജനം എന്ന് പറഞ്ഞാൽ അതുപോലെ കരുതലും സ്നേഹമുണ്ട്. ഇടവകയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വീട്ടിൽ അനർത്ഥം സംഭവിച്ചെന്ന് കേട്ടാൽ ആദ്യം അവിടെ ഓടിയെത്തുന്നത് ഈ വൈദികനായിരിക്കും. അത്രമാത്രം അവരെ കെയർ ചെയ്തതുകൊണ്ട്, അവരോട് കരുതൽ ഉള്ളതുകൊണ്ടാണ് അവരിൽ ഒരാളെ അവരുടെ തെറ്റിന് ശിക്ഷിച്ചാൽ പോലും അവർക്കാർക്കും ഒരു പരാതിയില്ല. ഇവിടെ നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് മറിയത്തിൻ്റെ മഹത്വം. ഇത് മനസ്സിലാക്കാൻ ഏതാനും വചനഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ മതി. ഒരുപാട് മഹത്വം ആർജിച്ച വ്യക്തിയാണ് മറിയം. അതെങ്ങനെ സാധിച്ചു? അവളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച സഹനങ്ങളെല്ലാം എടുക്കേണ്ടതുപോലെ എടുത്തതിലൂടെയാണ്. ലൂക്കാ 1:28 നമ്മൾ കാണുന്നുണ്ട്, ഗബ്രിയേൽ ദൂതൻ വന്ന് കയ്യും കൂപ്പി അവളുടെ മുമ്പിൽ നിൽക്കുന്നത്. മറിയത്തിൻ്റെ മഹത്വം എത്ര വലുതായിരുന്നു! ദൂതൻ കയ്യും കൂപ്പി അവളുടെ മുമ്പിൽ നിന്ന് അവളെ അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ലൂക്കാ 2:3 മുതൽ വായിക്കുമ്പോൾ മറിയം ആവശ്യപ്പെട്ടത് യേശു അനുസരിക്കുന്നത് കാണാൻ പറ്റും. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനുവേണ്ട കാര്യങ്ങൾ യേശു അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മഹത്വത്തിൻ്റെ 5-ാം രഹസ്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മറിയം ത്രിലോകരാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് ധ്യാനിക്കുന്നൊരു കാര്യമാണ്. മറിയത്തിൻ്റെ മഹത്വമല്ലേ അവിടെ വെളിപ്പെടുന്നത്. വീണ്ടും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 488 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് യേശുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് കണ്ടെത്തിയ മൂശയാണ് പരിശുദ്ധ കന്യകാമറിയം. അവിടെയും മറിയത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കാണുക. മാത്രമല്ല, മറിയത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്, രക്തസാക്ഷികളുടെ രക്തസാക്ഷി. അപ്പസ്തോലന്മാരെ കുറിച്ച് നമ്മൾ കണ്ടു. അവരൊക്കെ രക്തസാക്ഷിത്വം സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ വരിച്ചതിനെക്കുറിച്ച്, രക്തസാക്ഷികളുടെ രക്തസാക്ഷിയായിട്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ സഭ കാണുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചില സഹന മുഹൂർത്തങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. $7 ഒക്കെ പരിചയമുള്ളതാണ്, അല്ലെങ്കിൽ സോറോസ് ഓഫ് മേരി, മറിയത്തിൻ്റെ സഹന മുഹൂർത്തങ്ങൾ. ഒന്നാമത്തേത് ലൂക്കാ 2:35 നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ശിമയോന്റെ പ്രവചനം. ഒരു വാളും എൻ്റെ ഹൃദയത്തിലൂടെ കടക്കും എന്ന് ശിമയോൻ പ്രവചിച്ചത്. അത് മറിയത്തിൻ്റെ ഒരു സഹന മുഹൂർത്തമായിരുന്നു. രണ്ടാമത്തേത് നമുക്കറിയാം, മത്തായി 2:13 മുതൽ വായിക്കുമ്പോൾ ഈജിപ്തിലേക്കുള്ള പലായനം അത് എത്രമാത്രം വേദനിപ്പിക്കുന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തേതാണ് യേശുവിനെ 3 ദിവസത്തേക്ക് കാണാതായത്. ലൂക്കാ 2:41 മുതൽ വായിക്കുമ്പോൾ ഈ ഒരു സംഭവം അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അടുത്തതാണ് കുരിശ് വഹിക്കുന്ന യേശുവിനെ കാണുന്ന മറിയം. അവളുടെ ഒരു സഹന മുഹൂർത്തമായിരുന്നു. ലൂക്കാ 23:27 മുതൽ 31 വരെ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അടുത്തതാണ് കുരിശിൻ ചുവട്ടിലെ മറിയം. യോഹന്നാൻ 19:25 നമ്മൾ കാണുന്നത് ഒരു ധീര വനിതയായിട്ട് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന ആ പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. കുരിശുമരണത്തോളം തൻ്റെ പുത്രനെ അനുഗമിക്കുന്ന മറിയത്തെ കാണാൻ പറ്റും. അടുത്തത് നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ ചേതനയറ്റ ശരീരം മറിയത്തിൻ്റെ മടിയിൽ കിടക്കുന്നത്. കുരിശിൻ്റെ വഴിയിൽ 13ാമത്തെ സ്റ്റേഷനിൽ നമ്മൾ കാണുന്നത് അതാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ കബറടക്കം കണ്ടു നിൽക്കുന്ന മറിയം. മറ്റൊരു സഹന മുഹൂർത്തമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. മർക്കോസ് 15:46, യോഹന്നാൻ 19:39 മുതലുള്ള ആ വചനങ്ങളെല്ലാം ഈ കാര്യം വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് മറിയത്തിൻ്റെ സഹന മുഹൂർത്തങ്ങൾ. പക്ഷെ അവിടെയെല്ലാം മറിയം നിന്നത് ഒരു ധീര വനിതയായിട്ടാണ്. അതുപോലെ ദൈവത്തോട് സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഒരവസ്ഥയിലൂടെ മറിയത്തിന് കടന്നു പോകാൻ സാധിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടേണ്ടതില്ല. അവസാനമായിട്ട്
മറിയത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, മറിയം നമുക്ക് മാതൃകയും മധ്യസ്ഥയുമാണ്. ഇതൊന്ന് അംഗീകരിച്ചാൽ ഒരുപാട് നേട്ടം നമുക്കുണ്ടാവും. നമ്മുടെ സഹന മുഹൂർത്തങ്ങളിൽ തളരാതെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ അത് നമ്മെ സഹായിക്കും. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. മറിയത്തിൻ്റെ പക്കലേക്ക് ഓടിയടുത്ത് അവളിൽ അഭയം പ്രാപിച്ച് നമുക്ക് പ്രത്യാശ ഭരിതരാകാം. നിരാശയിലേക്ക് പോകാതെ പ്രത്യാശ ഭരിതരാകാൻ നാം ചെയ്യേണ്ടത് മറിയത്തിൻ്റെ പക്കലേക്ക് ഓടിയടുക്കുക, അവളുടെ സഹായം തേടുക, അവളുടെ മാതൃക സ്വീകരിക്കാൻ തയ്യാറാവുക. വിശുദ്ധ ലൂയി മോൺഫോർട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. മരണം വരെ വിശ്വസ്തയോടെ ജപമാല പ്രാർത്ഥിച്ചാൽ മഹത്വത്തിൻ്റെ കിരീടം ദൈവം നമ്മെ അണിയിക്കും. ജപമാല പ്രാർത്ഥന, മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് എത്ര ഉപകാരപ്രദം എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിച്ച ഈ വിഷയത്തിൻ്റെ വെളിച്ചത്തിൽ പ്രതിഷ്ഠാ ജപത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് ഈ സമയം തേടുകയും ചെയ്യാം. ജപമാല ചൊല്ലാൻ തടസ്സം നേരിടുന്ന പല വ്യക്തികളുമുണ്ട്. അവരാഗ്രഹിക്കാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് തടസ്സം, അങ്ങനെ ജപമാല ചൊല്ലുന്നത് തടസ്സപ്പെട്ട് കിടക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പ്രാർത്ഥിക്കാം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തങ്ങളുടെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് അരുൾ ചെയ്ത യേശുനാഥ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച സഹനങ്ങളും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഏറ്റെടുത്ത സഹനങ്ങളും അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് അവയെല്ലാം രക്ഷാകര സഹനമാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ലജ്ജിക്കാതിരിക്കാനും അത് കണ്ട് പരിഭ്രമിക്കാതിരിക്കാനും ഞങ്ങളെ ആത്മീയ കരുത്തുള്ളവരാക്കണമേ. ശുദ്ധമായ സഹനത്തിലൂടെ ശുദ്ധമായ വിവേകം കൈവരിച്ച് സ്വർഗീയോന്മുഖ ജീവിതം നയിക്കാനും വിശുദ്ധിയിൽ വളരാനും നിത്യമഹത്വം പ്രാപിക്കാനും ഞങ്ങൾക്കും ഇടയാകട്ടെ. ആമേൻ. നമ്മുടെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.